2022 ടെലഗ്രാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഓരോരുത്തരും ഓരോ കാരണങ്ങൾക്ക് ടെലഗ്രാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. എന്നാലും ടെലഗ്രാമോ അതെന്താ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ടെലഗ്രാം ഉപയോഗിക്കുന്നവർക്ക് പോലും അതിലുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. കാരണം വാട്സാപ്പ് പോലെയല്ല കണ്ണാ പിന്നാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വീഡിയോയിൽ അങ്ങനത്തെ 10 കിടിലൻ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. 10ാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ മാരകമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ വാട്സപ്പിൻ്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് ഫീച്ചേഴ്സിനെ കുറിച്ചൊരു വീഡിയോ 2021 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. ആ ഒരു വീഡിയോ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫീച്ചർ എന്താണ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മറ്റുള്ളവരുടെ ഫോണിലുള്ള വാട്സപ്പ് നമ്പർ എൻ്റെ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റുന്ന ഒരു ഫീച്ചർ വേണമെന്ന്. വേറൊന്നും കൊണ്ടല്ല, വാട്സപ്പിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് ലോഗിൻ ചെയ്യണമെങ്കിൽ അതിൽ കാണണമെങ്കിൽ നമ്മുടെ ആ ഒരു ഡിവൈസ് ആക്റ്റീവ് ആയിരിക്കുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ മറ്റേ ഡിവൈസിൽ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ ഒരു പ്രശ്നം ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് സ്പൈ ചെയ്യാൻ പറ്റണം. ഈ ഒരു ഫീച്ചറാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന്. അവരെ കുറ്റം പറയുന്നത് ഈ കാര്യമില്ല. കാരണം എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരിക്കും മറ്റുള്ളവരുടെ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനായിട്ട്. പക്ഷേ ടെലഗ്രാം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫോണിൽ മാത്രമല്ല കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. കമ്പ്യൂട്ടറിനകത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി കമ്പ്യൂട്ടറിനകത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടെലഗ്രാം ആപ്ലിക്കേഷനിലേക്ക് ഒരു കോഡ് മെസ്സേജ് ആയിട്ട് വരും. ഇത് ടെലഗ്രാമിൻ്റെ ഉള്ളിൽ ആ ഒരു കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ലോഗിൻ ആവും. പിന്നീട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഫോണിൽ ടെലഗ്രാം ഉപയോഗിക്കുന്ന പോലെ തന്നെ എല്ലാ ഫീച്ചറും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിനകത്ത് ടെലഗ്രാം ആക്റ്റീവ് അല്ല, ഓൺ അല്ല എങ്കിൽ പോലും സുഖമായിട്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കാണാനായിട്ട് പറ്റും. ഇനി അഥവാ ഫോണിലും കമ്പ്യൂട്ടറിലും ഒരുമിച്ചാണ് ഓൺ ആയിരിക്കുന്നതെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ലൈവായിട്ട് കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റും ആവും. ഈ ഒരു ഫീച്ചർ മിസ്യൂസ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ ഒരു കാര്യം നടക്കില്ല. ടെലഗ്രാം ആപ്പിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ഡിവൈസാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. അവിടെ നിന്ന് ലോഗൗട്ട് ആയി കഴിഞ്ഞാൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്നല്ല എവിടെ ലോഗിൻ ചെയ്തെങ്കിലും അവിടെ നിന്ന് അപ്പോൾ തന്നെ ലോഗൗട്ടായി പോകും. സോ സൂക്ഷിക്കുക. നിങ്ങളുടെ കയ്യിൽ 2 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരെണ്ണം വീട്ടിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഒരെണ്ണം വർക്കിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 എണ്ണത്തിൽ നിങ്ങൾക്ക് ടെലഗ്രാം അക്കൗണ്ട് വേണമെങ്കിൽ അത് രണ്ടിനും 2 ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ടെലഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ ആഡ് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ നമ്പർ അടിച്ചിട്ട് OTP കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 2 അക്കൗണ്ടുകളും ഒരേ ഫോണിൽ ലോഗിൻ ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് 2 അക്കൗണ്ടിൽ നോട്ടിഫിക്കേഷൻസ് വരും. 2 അക്കൗണ്ടിന് തിരിച്ച് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിട്ടും പറ്റും. വാട്സാപ്പിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ നമ്പർ അറിയാതെ വേറെ ആർക്കെങ്കിലും കിട്ടിപ്പോയി എങ്കിൽ അങ്ങേർക്ക് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ ആ നമ്പർ സേവ് ചെയ്തില്ലെങ്കിൽ പോലും അവിടെ നിന്ന് മെസ്സേജ് വരും. പക്ഷേ ടെലഗ്രാമിൽ അങ്ങനെ വരാതിരിക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ടെലഗ്രാമിൻ്റെ സെറ്റിംഗ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ പോയിട്ട് അവിടെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ 2 പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ഉണ്ട്. ഒന്ന്, നിങ്ങളുടെ ഫോൺ നമ്പർ മറ്റുള്ളവർക്ക് കാണാതിരിക്കാനുള്ള ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെ ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടെലഗ്രാമിൻ്റെ യൂസർ നെയിം കൊടുത്ത് അങ്ങനെ ചാറ്റ് ചെയ്യാം, ഫോൺ നമ്പർ ഷെയർ ചെയ്യാതെ. പിന്നീട് ആ ഒരു യൂസർ നെയിം കുറേ അധികം ഷെയർ ആയി പോയി എന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ആപ്പിലൂടെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ശല്യം ഒഴിവായി കിട്ടും. എന്നാൽ രണ്ടാമത്തെ ഓപ്ഷനുണ്ട് കുറച്ചുകൂടെ പവർഫുൾ. അഥവാ നിങ്ങളുടെ നമ്പർ എങ്ങനെയോ ലീക്കായി ആരെങ്കിലും കൈ കിട്ടിയെങ്കിൽ അവർ ഡയറക്റ്റ് നിങ്ങളെ ടെലഗ്രാമിലൂടെ മെസ്സേജ് അയക്കാതിരിക്കാനായിട്ട് നിങ്ങളുടെ കോൺടാക്റ്റിന് മാത്രം അയക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ കയ്യിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിലും നിങ്ങളെ ടെലഗ്രാമിലൂടെ മെസ്സേജ് അയക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്കറിയോ ടെലഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ടെലഗ്രാമിൽ നമ്മൾ അയക്കുന്ന മെസ്സേജുകളല്ലേ അതെല്ലാം ക്ലൗഡിൽ സ്റ്റോർ ആയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ടെലഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താലും പഴയ ചാറ്റുകളൊന്നും പോവില്ല, അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. പഴയ ചാറ്റുകൾ മാത്രമല്ല നിങ്ങൾ അയച്ച ഫോട്ടോസും വീഡിയോസും എല്ലാം ഉണ്ടാവും. സോ ഈ ഒരു കാര്യം നമുക്ക് ആക്ച്വലി അഡ്വാൻറ്റേജ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്കറിയാലോ ഗൂഗിൾ ഡ്രൈവ് ഒക്കെ 15 GB വരെയൊക്കെ ഫ്രീ ആയിട്ട് സ്റ്റോറേജ് തരുള്ളൂ. പക്ഷേ ടെലഗ്രാമിനകത്ത് സ്റ്റോറേജ് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിനുള്ളിൽ സേവ്ഡ് മെസ്സേജസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അയച്ചിടാം. ഈ കാര്യങ്ങളെല്ലാം ക്ലൗഡിലിരിക്കും. ഇനി ക്ലൗഡിൽ നിന്ന് ഒരിക്കലും ഡിലീറ്റ് ആയി പോകരുത് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡേറ്റ എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഒരു മിനി ക്ലൗഡ് സ്റ്റോറേജ് ആയിട്ടും ഉപയോഗിക്കാം. നിങ്ങൾക്കറിയോ ടെലഗ്രാമിൻ്റെ ഉള്ളിൽ കുറേയധികം ചാനലുകളുണ്ട്. ചാനലുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഷെയർ ചെയ്യാം. സപ്പോസ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ചാനലുകൾ ഒരുപാടുണ്ട്. ഈ ചാനലുകളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ടെലഗ്രാമിൻ്റെ ഉള്ളിലുള്ള സെർച്ച് ബാറിൽ ജസ്റ്റ് @ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ചാനലിൻ്റെ ജോണർ എന്താണോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ചാനലുകളുടെ ലിസ്റ്റ് ഗ്ലോബൽ സെർച്ചിൽ വരും. അതിൽ നിന്ന് ഏത് ചാനൽ വേണമെങ്കിലും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ചാനൽ എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാരുടെ മുഖമൊക്കെ മാറുന്നുണ്ട്. ടെലഗ്രാമിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന കിടിലൻ ഫീച്ചറാണ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ആരെങ്കിലുമായിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഡൗട്ട് വന്ന് ഫോണിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അദ്ദേഹത്തിനോട് ക്യാമറ ഓൺ ആക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ സ്ക്രീൻ ഷെയർ പ്രസ് ചെയ്യാൻ പറയാം. സ്ക്രീൻ ഷെയർ കൊടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഫോണിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഫോണിൽ കാണാനായിട്ട് പറ്റും. അതിനുശേഷം വളരെ സുഖമായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ സഹായിക്കാം. ചില ആൾക്കാർ കാമുകനും കാമുകയും ഒക്കെ ആയിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി ടെലഗ്രാം ഉപയോഗിക്കാറുണ്ട്.
അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിനകത്ത് സ്റ്റാർട്ട് സീക്രട്ട് ചാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ ചാറ്റ് ഫുൾ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആയിരിക്കും. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ വാട്സാപ്പിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ചാറ്റ് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഡിസപ്പിയർ ആയി പോകും. അതിപ്പോൾ 7 സെക്കൻഡൊക്കെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ മെസ്സേജ് അയച്ച് അങ്ങനെ വായിച്ച് 7 സെക്കൻഡിന് ശേഷം അപ്രത്യക്ഷമായി പോകും. ഇനി ഈ മെസ്സേജ് ഫോണിൽ നിന്ന് മാത്രമല്ല അപ്രത്യക്ഷമാവുന്നത്, ടെലഗ്രാമിൻ്റെ സെർവറിൽ നിന്നും പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരു ചാറ്റ് നടത്തിയതിൻ്റെ പ്രൂഫ് പോലും ഉണ്ടാവില്ല. സോ നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് സീക്രറ്റ് ആയിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു സീക്രറ്റ് ചാറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇമോജി ഇല്ലാണ്ട് ചാറ്റ് ചെയ്യുന്നവന്മാർ ഭയങ്കര സീരിയസ് ആണെന്നൊക്കെയാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. എന്തായാലും ടെലഗ്രാമിനകത്ത് ചില ഇമോജീസിന് ജീവനുണ്ട്. ശരിയാണ്, ടെലഗ്രാമിനകത്ത് കുറേയധികം ഇമോജീസ് നിങ്ങൾ അയക്കുന്ന സമയത്ത് അത് ആനിമേറ്റഡ് ആയിട്ട് മാറും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആനിമേറ്റഡ് ആയിട്ടുള്ള ഇമോജിയിൽ ചില എണ്ണങ്ങളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫുൾ സ്ക്രീൻ ആനിമേഷൻ വരും, ചെറിയ ചെറിയ വൈബ്രേഷൻസ് വരും. സോ വളരെ ഇൻട്രാക്റ്റീവായിട്ടും വളരെ രസകരമായിട്ടും നിങ്ങളുടെ ചാറ്റുകൾ മാറ്റാം. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സമയത്ത് ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ ആ മെസ്സേജിന് റിയാക്ട് ചെയ്യണം, ലൈക്ക് കൊടുക്കുക വീഡിയോയ്ക്ക്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെലഗ്രാമിൻ്റെ അപ്ഡേറ്റിൽ ആ ഒരു ഫീച്ചറും കൊണ്ടുവന്നിട്ടുണ്ട്. മെസ്സേജ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ കുറേയധികം റിയാക്ഷൻസ് അവിടെ കാണും. ഈ റിയാക്ഷൻസും ആനിമേറ്റഡ് ആണ്. ഏത് റിയാക്ഷൻ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഫുൾ സ്ക്രീനായിട്ട് ആ ഒരു റിയാക്ഷൻ വരുന്നതായിരിക്കും. ആ ഒരു റിയാക്ഷൻ കുഞ്ഞിതായിട്ട് ആ മെസ്സേജിൻ്റെ അടിയിലും കിടക്കും. യെസ്, സോ ഫൈനലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ആരെങ്കിലും കൂടി ഇരുന്ന് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഫോണിലേക്ക് ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ മറ്റേ അറ്റത്തുള്ള ആൾക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം. പക്ഷേ ആ ഒരു മെസ്സേജ് വന്നാൽ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷനിലോ അല്ലെങ്കിൽ ആ ചാറ്റ് സ്ക്രീനിലോ കാണും. അപ്പോൾ ഇദ്ദേഹവും കാണും. എന്നാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു കിടിലൻ വഴിയുണ്ട്. മെസ്സേജ് അയക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ടെക്സ്റ്റ് മുഴുവൻ അങ്ങ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ബോൾഡ് ഇറ്റാലിക് അണ്ടർലൈൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പുതിയൊരു ഫീച്ചറായിട്ടുള്ള സ്പോയിലർ കാണും. ഈ സ്പോയിലർ ഫീച്ചർ ഇട്ടിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെങ്കിൽ മറ്റേ ആൾക്കൊരു സ്ക്രാച്ച് കാർഡ് അല്ലെങ്കിൽ ഒരു ഗ്ലിറ്റർ രൂപത്തിലായിരിക്കും ഒരു മെസ്സേജ് കാണുന്നത്. ജസ്റ്റ് ആ ഒരു ഗ്ലിറ്ററുമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മാറി നമ്മുടെ മെസ്സേജ് ആയിട്ട് മാറും. കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മാഞ്ഞു പോകും. ആക്ച്വലി ഇവിടെയുള്ള ഗുണം അത് മാഞ്ഞല്ല പോകുന്നത്, വീണ്ടും അതിൻ്റെ പുറകിൽ ഒളിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോൾ റീഡ് ചെയ്യണമെങ്കിലും ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ടെലഗ്രാമിലുള്ള 10 കിടിലൻ ഫീച്ചേഴ്സ്. ഇനിയും കുറേയധികം ഫീച്ചേഴ്സ് ടെലഗ്രാമിനകത്തുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഫീച്ചേഴ്സ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ ഒരു ചുമന്ന ബട്ടൺ ഉണ്ട്, അതുമേ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്നാക്കി കഴിഞ്ഞാൽ ഞാൻ പുതിയൊരു വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കൂടെ ഓണാക്കി ഓൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് വന്നെത്തുന്നതായിരിക്കും. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.